ഡെലിവറി ടൈമിൽ ചെയ്യുന്ന എപ്പിസോട്ടമിയെക്കുറിച്ച് പലർക്കും സംശയങ്ങളാണ്. എപ്പിസോട്ടമി ആർക്കൊക്കെ ചെയ്യേണ്ടി വരും? ഇനി എപ്പിസോട്ടമി ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാകുമോ? ഇതൊക്കെയാണ് പലർക്കുമുള്ള സംശയങ്ങൾ. ഡെലിവറിയുടെ ടൈമിൽ വജൈനയുടെ ഭാഗം കട്ട് ചെയ്യുന്നതിനാണ് എപ്പിസോട്ടമി എന്ന് പറയുന്നത്. ഇനി പലർക്കും പേടിയാണ്, കട്ട് ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടാകുമോ, അതോ ഇനി അനസ്തേഷ്യ തരുമോ എന്നൊക്കെയാണ്. ശരിക്കും നമുക്ക് പ്രസവ വേദനയുടെ ഇടയിൽ എപ്പിസോട്ടമിയുടെ പെയിന് അറിയില്ല എന്നാണ് പറയാറ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു ലോക്കൽ അനസ്തേഷ്യ തരുന്നതായിരിക്കും. ഡെലിവറി ടൈമിൽ നമ്മൾ പുഷ് ചെയ്യാതെ ഇരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഹെഡ് വജൈനയുടെ ഭാഗത്ത് കണ്ടു തുടങ്ങുമ്പോഴാണ് എപ്പിസോട്ടമി ചെയ്യുന്നത്. ഇത് വജൈനൽ ഓപ്പണിങ്ങിൻ്റെ സൈഡിലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് 45 ഡിഗ്രി ആംഗിൾ ലെങ്തിലാണ് കട്ട് ചെയ്യുന്നത്. എപ്പിസോട്ടമി ചെയ്യുന്നത് കുഞ്ഞ് ഈസി ആയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എപ്പിസോട്ടമി നിർബന്ധമാണോ, ഇനി എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എപ്പിസോട്ടമി ശരിക്കും എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ എപ്പിസോട്ടമി ചെയ്യാതെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ കഴിയും. ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ പെരീനിയൽ ഏരിയ തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് കാരണമൊക്കെ എപ്പിസോട്ടമി ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ മെയിനായിട്ട് എപ്പിസോട്ടമി ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട്. എപ്പിസോട്ടമി ചെയ്യുന്ന വഴി പല റിസ്കുകളും ഇല്ലാതാകുന്നതാണ്. ചില കേസുകളിൽ സെക്കൻഡോ തേർഡോ പ്രഗ്നൻസി ആണെങ്കിൽ എപ്പിസോട്ടമി ചെയ്യാറില്ല. ഇനി കുഞ്ഞിൻ്റെ സൈസ് ഭയങ്കര കൂടുതലാണ് എങ്കിൽ എപ്പിസോട്ടമി ചെയ്യാറുണ്ട് നിർബന്ധമായിട്ടും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരികയാണെങ്കിലും റിസ്ക് എടുക്കാതെ തന്നെ എപ്പിസോട്ടമി ചെയ്യാറുണ്ട്. ഇനി അമ്മ പുഷ് ചെയ്തിട്ടും കുഞ്ഞിൻ്റെ ഹെഡ് പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പിസോട്ടമി ചെയ്യാറുണ്ട്. കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വരുന്ന സമയത്ത് എപ്പിസോട്ടമി ചെയ്ത സ്ഥലത്ത് കോട്ടൺ തുണി വെച്ച് അമർത്തി വയ്ക്കാറുണ്ട്. കാരണം കൂടുതലായി ഇനി ആ മുറിവ് എക്സ്റ്റെൻഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എപ്പിസോട്ടമി കോമൺ ആയി എല്ലാ ഡെലിവറിയിലും ചെയ്യാറുള്ള കാര്യമാണ്. എപ്പിസോട്ടമി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഹെഡ് പുറത്തേക്ക് വരുന്ന പ്രഷറിൽ വലിയ രീതിയിലുള്ള മുറിവുണ്ടാകാൻ കാരണമാകുന്നു. ഇനി സ്റ്റിച്ച് ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഡോക്ടറോട് തുറന്ന് പറയാവുന്നതാണ്. നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ഇടുന്ന ടൈമിൽ പെയിൻ ഉണ്ടോ എന്നറിയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഡോക്ടറോട് പറയേണ്ടതാണ് പെയിൻ ഉണ്ടെങ്കിൽ. അവർ ഒന്നുകൂടി ഒരു ലോക്കൽ അനസ്തേഷ്യ അവിടെ തരുന്നതായിരിക്കും. ഇനി ഇഞ്ചക്ഷൻ തരുന്ന ടൈമിൽ പെയിൻ ഉണ്ടോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ഡെലിവറി പെയിൻ വരുന്ന ടൈമിലാണ് ഡോക്ടേഴ്സ് ഇഞ്ചക്ഷൻ നൽകാറ്. ഇനി പലരും ചോദിക്കുന്ന സംശയമാണ് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി ഡോക്ടറെ കാണാൻ പോകേണ്ടതുണ്ടോ എന്ന്. ഇത് ശരിക്കും അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചാണ്. അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. 1-2 ദിവസമൊക്കെ സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ടാകുന്നത് നോർമൽ തന്നെയാണ്. വേദന കുറയാനുള്ള ടാബ്ലറ്റ്സും അതുപോലെ തന്നെ വേഗം തന്നെ മുറിവ് ഉണങ്ങാൻ വേണ്ടിയുള്ള ഓയിൽമെൻറ്റും ഒക്കെ ഡോക്ടേഴ്സ് തരുന്നതാണ്. സ്റ്റിച്ച് ചെയ്ത ഏരിയ എങ്ങനെ വേണം കെയർ ചെയ്യാനെന്നും അതുപോലെ തന്നെ വേഗം മുറിവ് ഉണങ്ങാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുമാണ് പറയാൻ പോകുന്നത്. ടോയ്ലറ്റിലൊക്കെ പോയി വന്നതിന് ശേഷം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ ഏരിയ നല്ല രീതിയിൽ ഡ്രൈ ആക്കി ക്ലീൻ ആക്കി എപ്പോഴും വെക്കേണ്ടതാണ്. ക്ലീനായി ഡ്രൈ ആയിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയ ശേഷം ഡോക്ടേഴ്സ് തരുന്ന ഓയിൽമെൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വേഗം തന്നെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തുടച്ചെടുക്കാൻ പാടില്ല. തുടച്ചെടുക്കുന്ന സമയത്ത് സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ക്ലീൻ ആയിട്ടുള്ള നല്ല കോട്ടൺ തുണി കൊണ്ട് ഒപ്പിയെടുക്കാവുന്നതാണ്. സ്റ്റിച്ച് ഉണ്ടെന്ന് പേടിച്ച് പെയിൻ ആണെന്ന് വിചാരിച്ചിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്യാതെ ഇരിക്കാൻ പാടില്ല. നല്ലതുപോലെ കെയർ ചെയ്യേണ്ടതാണ്. വേഗം തന്നെ പെയിൻ കുറയാനും അതുപോലെ തന്നെ സ്റ്റിച്ച് ഉണങ്ങാനും വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഒരു തരി ഉപ്പിട്ടിട്ട് കഴുകാവുന്നതാണ്. 3-4 തവണയൊക്കെ ഇങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു തരി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സിറ്റ്സ് ബാത്തും വളരെ ഉപകാരമുള്ള ഒരു കാര്യം തന്നെയാണ്. വേഗം തന്നെ സ്റ്റിച്ചിൻ്റെ പെയിൻ പോകാനും മുറിവ് ഉണങ്ങാനും ഇത് സഹായിക്കുന്നു. ഒരു പാത്രത്തിൽ ഇളം ചൂടുവെള്ളം നിറച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അതിലിരിക്കുക. ഒരു 15 മിനിറ്റൊക്കെ ഇങ്ങനെ ഇരിക്കാവുന്നതാണ്.
ഈ ടൈമിൽ കോൺസ്റ്റിപ്പേഷൻ ഒന്നും വരാതെ നോക്കേണ്ടതാണ്. നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കുന്ന ടൈമിൽ സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ വരാത്ത രീതിയിലുള്ള ഫുഡൊക്കെ കഴിക്കാൻ നോക്കേണ്ടതാണ്. ധാരാളമായി നാരടങ്ങിയ ഭക്ഷണങ്ങളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് നല്ല ശക്തമായ പെയിൻ ഉണ്ട് സ്റ്റിച്ചിൻ്റെ അവിടെയെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ മുറിവ് ഉണങ്ങാൻ 3 to 4 വീക്സ് ആണ് എടുക്കാറ്. ഇനി മുറിവ് ഉണങ്ങിയതിന് ശേഷവും പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.